ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് ബ്രസീൽ. പക്ഷെ വലിയ കിരീട സാധ്യതയൊന്നും അവർക്ക് കൽപ്പിക്കപ്പെടുന്നില്ല. അതിൻ്റെ കാരണം 2022 വേൾഡ് കപ്പിന് ശേഷം സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത്. പലപ്പോഴും സമനിലകളും തോൽവികളും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പക്ഷെ ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ കോൺഫിഡൻസിലാണ്. അതായത് ഒരു പിടി സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ബ്രസീലിനുണ്ട്. കൂടാതെ കാർലോ ആഞ്ചലോട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പ് നേടാൻ ബ്രസീലിന് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. റൊണാൾഡോ നസാരിയോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡിൽ കളിക്കുന്ന വിനീഷ്യസ്, ചെൽസിയിൽ കളിക്കുന്ന എസ്റ്റവായോ, ബാഴ്സയിൽ കളിക്കുന്ന റാഫീഞ്ഞ, ഇവരൊക്കെ ബ്രസീലിനുണ്ട്. എല്ലാവരും യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നവരാണ്. നല്ല എക്സ്പീരിയൻസും ഉണ്ട്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും സക്സസ് ആയ പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി. അദ്ദേഹത്തിൽ ഞാൻ വിശ്വാസമർപ്പിക്കുന്നു. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ബ്രസീലിന് കിരീട സാധ്യതകൾ ഉണ്ട്. വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ബ്രസീലിന് നല്ല സാധ്യതകളുണ്ട്. വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന 95% ടീമുകളെക്കാളും കൂടുതൽ സാധ്യതകൾ ഉള്ളത് അത് ബ്രസീലിന് തന്നെയാണ്. ഇതാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഭൂരിഭാഗം ടീമുകളെക്കാളും കൂടുതൽ കിരീട സാധ്യത അത് ബ്രസീലിനുണ്ട് എന്നാണ്. ശരിയാണ്, ഒരുപാട് സൂപ്പർ താരങ്ങൾ ബ്രസീലിനുണ്ട്. പക്ഷേ ദേശീയ ടീമിന് വേണ്ടി അവർ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. റയലിൽ കളിക്കുന്ന ആ ഒരു പ്രകടനം വിനീഷ്യസ് ബ്രസീലിൽ പുറത്തെടുക്കാറില്ല. റാഫീഞ്ഞയുടെ കാര്യത്തിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. നെയ്മർ ജൂനിയർ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നുമില്ല. ഏതായാലും എല്ലാ താരങ്ങളും മികവിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.